കരുനാഗപ്പള്ളി നഗരസഭ 14-ാം ഡിവിഷനിൽ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ദിവസങ്ങൾ. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ജലവിതരണ പൈപ്പുകൾ പൊട്ടിയ നിലയിലാണ്. ഇവയിലൂടെ മലിനജലം വിതരണം ചെയ്യുന്ന സാഹചര്യമുണ്ട്. കരുനാഗപ്പള്ളി നഗരസഭയിലെ 14-ാം ഡിവിഷനിലാണ് കഴിഞ്ഞ 4 ദിവസത്തോളമായി കുടിവെള്ള വിതരണം നിലച്ചിട്ടുള്ളത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പ് ലൈനുകൾ പൊട്ടിയ നിലയിലാണ്. പൊട്ടിയ പൈപ്പ് ലൈനുകളിലൂടെ മലിനജലം കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. ഇതുമൂലം വീടുകളിലും സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ ശുദ്ധജലം ലഭ്യമാകാത്ത സാഹചര്യമാണുള്ളത്. നഗരസഭാ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല. കുടിവെള്ള വിതരണം സുഗമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ശുദ്ധവായു, ഒന്ന് ശുദ്ധജലം. ഇത് നമ്മുടെ കരുനാഗപ്പള്ളി നിവാസികൾക്ക് ഇന്ന് അന്യം നിന്ന് പോയിരിക്കുകയാണ്. കാരണം ഇന്ന് കുടിവെള്ളം കിട്ടിയിട്ടെന്ന് 7 ദിവസമായി. ഇത് നമ്മൾ ചോദിക്കുമ്പോൾ അധികാരികൾ പറയുന്നത് പൈപ്പ് ലൈൻ മുറിഞ്ഞു പോയിരിക്കുകയാണ്, റോഡിൻ്റെ പണി നടക്കുകയാണ്, അറ്റകുറ്റപ്പണി നടക്കുകയാണെന്നുള്ള കാരണങ്ങളാണ് പറയുന്നത്. ആയിക്കോട്ടെ, പ്രശ്നമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മാർഗ്ഗങ്ങൾ അടയുവാണെങ്കിൽ പകരം ഒരു മാർഗ്ഗങ്ങൾ ജനങ്ങൾക്ക് എന്തേ കൊടുക്കാൻ ഈ ഗവൺമെൻറ് ബാധ്യസ്ഥരാകാത്തതാണ് നമ്മുടെ ചോദ്യം. കാര്യം നമുക്കിവിടെ 4 വശവും വെള്ളം തന്നെ, വെള്ളം സർവ്വത്ര വെള്ളം. പക്ഷേ ഒരു തുള്ളി വെള്ളം കുടിപ്പാനില്ല. ഇതാണ് ഇന്ന് കരുനാഗപ്പള്ളി നിവാസികളുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു വിഷയം അത് തന്നെയാണ്. അപ്പോൾ അതിന് ഈ ഗവൺമെൻറ് ഒരു മാർഗം കാണാതെ ഈ എല്ലാമായി എന്ന് പറഞ്ഞ് നടന്നിട്ട് പക്ഷേ ഒന്നും ആകാതെ, ഒരു തരത്തിലും സമസ്ത മേഖലയിലും ഒന്നും ആകാതെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഇവിടുത്തെ കരുനാഗപ്പള്ളി പറയുകയാണെങ്കിൽ ഇവിടെ കരുനാഗപ്പള്ളി ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് മുണ്ടോപ്പാടം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഈ പ്രദേശത്ത് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പല സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന സീവേജ് വാട്ടർ, STP വാട്ടറുകൾ ഇതെല്ലാം തുറന്ന് പലതരം ഓടയിൽ കൂടെ വന്ന് നമ്മുടെ ഈ കായൽ വന്ന് പതിക്കുന്നതിനാൽ ഇതിൻ്റെ ചുറ്റുമുള്ള നിവാസികളുടെ കിണറ്റിലെ വെള്ളവും കുഴക്കിണറ്റിലെ വെള്ളവും മറ്റ് ലൈനിലെ വെള്ളവും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നഗരവാസികൾ പല പ്രാവശ്യം മുനിസിപ്പാലിറ്റി ചെന്ന് ഇത്തരം അപേക്ഷ കൊടുക്കുക, സമരം ചെയ്യുക, പ്രക്ഷോഭം നടത്തുകയൊക്കെ ചെയ്തിട്ടും ഇതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു മാർഗങ്ങളും ഒരു കരുതലോ അല്ലെങ്കിൽ അതിനൊരു ശാശ്വതമായ പരിഹാരമോ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ പൈപ്പ് ലൈനിൽ നിന്ന് വരുന്ന വെള്ളം പോലും നമുക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വെള്ളം വരുന്നില്ലെന്ന് മാത്രമല്ല, വരുന്ന വളരെ മോശപ്പെട്ട വെള്ളം, അതായത് ഇത്രയും മലീമസമായ വെള്ളം ഈ പൈപ്പിൽ കൂടെ എങ്ങനെ തുറന്നു വിടാൻ അല്ലെങ്കിൽ എങ്ങനെ ഈ വരുത്താൻ ഈ അധികാരികൾ തയ്യാറാവുന്നു എന്നുള്ളതാണ്. ഈ പൈപ്പിൽ കൂടെ തന്നെ നല്ല വെള്ളം വന്നാലും ഇതിനകത്തുണ്ടാകുന്ന ബാക്ടീരിയ ആയാലും അതിൻ്റെ വൈറസ് ആയാലും മറ്റെല്ലാം മാലിന്യങ്ങളും ഇതിനകത്ത് അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ജലവിതരണം സുഗമമാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. മുനിസിപ്പാലിറ്റിയുടെ പല പ്രദേശങ്ങളിലും ഏറ്റവും മോശപ്പെട്ടമായ കലങ്ങിയ വെള്ളമാണ് കുടിക്കുവാനുള്ളത് വന്നുകൊണ്ടിരിക്കുന്നത്. പൈപ്പുകളിൽ നിരന്തരം ഇത്തരത്തിലുള്ള പരാതികളുമായി അർഹത ജീവനക്കാരെയോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു കഴിയുമ്പോൾ നിസാരവൽക്കരിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം ഇത്തരം പരിപാടികൾ, ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ കുടിവെള്ളം ഇത്രയും കലങ്ങിയത് നൽകുവാണെങ്കിൽ BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് BJPയുടെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.